ഫ്രണ്ട്സ് ബ്ലോഗർ റാഷി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കോച്ചുമായി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഫാൻസിന് ഏറ്റവും വേണ്ടപ്പെട്ടൊരു കോച്ചായിരുന്നു ഇവാൻ കോച്ച്. ഇവാൻ കോച്ചിനെ സെലക്ട് ചെയ്തുകൊണ്ട് പുതിയൊരു കോച്ചിനായിട്ടുള്ള തിരച്ചിലാണ് നമ്മളുടെ മാനേജ്മെൻറ്റ്. നമുക്കറിയാം നമ്മളുടെ ഫാൻസിന് എത്രത്തോളം വേണ്ടപ്പെട്ടതാണ് ഇവാൻ കോച്ച് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെയാണ് നമ്മളുടെ മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്തത്. ഏതായാലും ക്ലബിൻ്റെ ഡിസിഷൻ നമ്മൾ ഫാൻസ് എല്ലാവരും അംഗീകരിക്കുകയാണ്. നമുക്ക് കോച്ചിനെക്കാട്ടി വലുതാണ് ക്ലബ്ബ് എന്നുള്ളതാണ് നമ്മളുടെ ആരാധകരുടെ ഒപ്പീനിയൻ. ഏതായാലും ഫാൻസിന് ഏറ്റവും വേണ്ടപ്പെട്ടത് തന്നെയാണ് ഇവാൻ കോച്ച്. അപ്പോൾ മാനേജ്മെൻറ്റിന് ഇവാൻ കോച്ചിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. അത് ശരിക്കും ഉള്ളൊരു വിഷയം തന്നെയാണ്. എന്നുവെച്ചാൽ ഇവാൻ കോച്ച് ബ്ലാസ്റ്റേഴ്സിനെ ഒരു അഡിക്റ്ററെ ഉണ്ടാക്കിയിട്ട് പോയൊരു കോച്ചാണെന്നാണ് ഫാൻസിൻ്റെ ഇടയിൽ അറിയപ്പെടുന്നത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇവാൻ കോച്ചിനെ കുറിച്ച് ഫാൻസിൻ്റെ ഇടയിൽ അറിയപ്പെടുന്നത് ഇവാൻ കോച്ച് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചൊരു കോച്ച് എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ ഇടയിൽ അറിയപ്പെടുന്നത്. 7-ാമതും 8-ാമതും 9-ാമതൊക്കെ കിടന്നിരുന്ന ബ്ലാസ്റ്റേഴ്സ് ടീമിനെ തുടർച്ചയായി 3 സീസണിൽ സെമിയിലും ക്വാർട്ടറിലും ഫൈനലിലും വരെ എത്തിച്ചിട്ടുള്ള ഒരു കോച്ചാണ് നമ്മളുടെ ഇവാൻ കോച്ച്. കൺസിസ്റ്റൻസിയായി പ്ലേ ഓഫിൽ എത്തിക്കുകയും ഒരു സീസൺ ഫൈനലിൽ എത്തിക്കുകയും ചെയ്ത കോച്ചാണ് ഇവാൻ കോച്ച്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഫാൻസ് ഇനിയൊരു കപ്പും ഒരു ഷീൽഡൊക്കെ ആയിരിക്കും ഫാൻസ് എന്ന രീതിയിൽ, ക്ലബിൻ്റെ ഫാൻസ് എന്ന രീതിയിൽ അവർ സ്വപ്നം കാണുന്നുണ്ടാവാം. അപ്പോൾ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുമ്പോൾ പറ്റിയ റീപ്ലേസ്മെൻറ്റ് തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ പറയുന്നേക്കുന്നു ISL കളിപ്പിക്കുന്ന കോച്ചുമാരെല്ലാം പുറത്തുനിന്നുള്ളൊരു കോച്ചായിരിക്കും വരുന്നതെന്നാണ്. പക്ഷെ അവിടെയുള്ള മാനേജ്മെൻറ്റിനുള്ളൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇവാൻ കോച്ച് ഇതുവരെ പ്ലേ ഓഫിൽ എത്തിച്ചിരുന്നൊരു കോച്ചാണ്. ഇനിയൊരു പുതിയ കോച്ച് വന്നിട്ട് ആ ഒരു ടോപ്പ് 6 എത്തിക്കാൻ പറ്റാതെ പ്ലേ ഓഫിലോ ഫൈനലോ കപ്പടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് വീണ്ടും എയറിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് സുഡ്വ എന്ന ക്ലബിൽ കപ്പൊക്കെ അടിപ്പിച്ചിട്ടുള്ള കോച്ചാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരും തന്നെ വിചാരിക്കാം. അധികം വൈകാതെ കോച്ചിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും നല്ല റീപ്ലേസ്മെൻറ്റ് തന്നെ പ്രതീക്ഷിക്കുന്നു.